40 ദിനരാത്രങ്ങൾ നീണ്ട മഹാമാരിയാൽ രൂപം കൊണ്ട ജലപ്രളയം, ലോകം മുഴുവൻ ആ ജലപ്രളയത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നോഹയും കുടുംബവും പെട്ടകത്തിന്റെ ഉള്ളിൽ സ്വസ്ഥമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാം വചനം പെട്ടകം ഉണ്ടാക്കേണ്ട രൂപത്തെക്കുറിച്ച്, അതിന് തിരഞ്ഞെടുക്കേണ്ട മരത്തെക്കുറിച്ച്, അതിനുണ്ടാകേണ്ട നീളത്തെയും വീതിയെയും കുറിച്ച് ദൈവം വ്യക്തമായി നോഹയ്ക്ക് കൽപ്പന കൊടുക്കുന്നുണ്ട്. വചനം പറഞ്ഞു, ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ പെട്ടകമുണ്ടാക്കി. പെട്ടകമുണ്ടാക്കി എന്നതിനേക്കാൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാം വചനം ഇങ്ങനെ പറഞ്ഞു, പെട്ടകത്തിന് അകത്തും പുറത്തും നീ കീൽ തേക്കണം. പെട്ടകത്തിന് അകത്തും പുറത്തും നീ ഒരു പ്രത്യേക പശ തേക്കണം. നോഹേ, ഞാൻ കൽപ്പിച്ചതനുസരിച്ചുള്ള മരം തിരഞ്ഞെടുത്ത് അതേ നീളത്തിലും വീതിയിലും അതേ രൂപത്തിലും ഒരു പെട്ടകം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. പുറത്തുള്ള ജലപ്രളയത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും നിനക്കും നിന്റെ കുടുംബത്തിനും ഭയമുണ്ടാക്കും വിധം അകത്ത് വരാതിരിക്കണമെങ്കിൽ അതിന്റെ അകവും പുറവും ഒരു കീൽ തേക്കണം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ചെടുക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്നും ചോർന്നു പോകുന്നതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു സംരക്ഷണമില്ലാത്തതാ. പെട്ടകത്തിന്റെ അകത്തും പുറത്തും ദൈവം കൽപ്പിച്ചതനുസരിച്ച് നോഹ ഒരു കീൽ തേച്ച് അതിനെ സുരക്ഷിതമാക്കിയെങ്കിൽ ഇന്ന് ദൈവനാമത്തിൽ ഒരു പ്രാർത്ഥനകൾ ഉയർന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു സംരക്ഷണത്തിനായി എന്റെ വാക്കിൽ, എന്റെ നോട്ടത്തിൽ, എന്റെ പ്രവൃത്തിയിൽ, എന്റെ ചിന്തയിൽ, എന്റെ വ്യാപാരത്തിൽ, ഞാൻ പോകുന്നിടത്ത്, ഞാൻ ഇടപെടുന്ന ഓരോ സ്ഥലത്തും ഒരു പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം ഉണ്ടാകാൻ, ഒരു ദൈവിക വെളിപാടിനെ നയിക്കാൻ, ലോകത്തിന്റെ മോഹത്തിൽ ഞാൻ വീണുപോകാതെ, ലോകത്തിന്റെ ചിന്തകൾ എന്റെ മേൽ കീഴ്മേൽ മറിക്കാതെ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്തിനായി ഒരു പ്രാർത്ഥനകളെ ഉയർത്തുന്നു എങ്കിൽ